കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ച പരിശോധിച്ചത്. ചരിത്രത്തിൽ ഉടനീളം സംഭവിക്കുന്ന യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, മഹാമാരികൾ അതായത് രോഗങ്ങൾ, കാട്ടുമൃഗശല്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും എന്നിവയെ കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസം പരിശോധിച്ചത്. എന്ന് പറയുമ്പോൾ കാട്ടുമൃഗ ശല്യങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള സാമൂഹിക വശമോ അതോ എപ്പിഡമിക്കൽ പെർസ്പെക്റ്റീവോ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവോ അല്ല നമ്മൾ പരിശോധിച്ചത്. അതിന്റെ തിയോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. ഇതിലൊക്കെ ദൈവം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എവിടെ നിൽക്കുന്നു ഇതിനോടൊക്കെ ഉള്ള ബന്ധത്തിൽ, അതാണ് നാം പരിശോധിച്ചത്. നാം ഒരു കാര്യം മനസ്സിലാക്കി, ഇതെല്ലാം സർവ്വ അധികാരവും ലഭിച്ച ദൈവപുത്രനാൽ നിയമിക്കപ്പെട്ടതാണ്. വിഗ്രഹാരാധികളെ ശിക്ഷിക്കുവാനും തന്റെ ജനത്തിന് ബാലശിക്ഷ നൽകുവാനും തന്റെ ജനത്തെ പരിശോധിച്ച് തന്റെ മുൻപിൽ പരിശുദ്ധമുള്ളതായി വിളങ്ങുമാറാക്കുവാനും അവർ ശരിയായ ഫലം കഴിക്കുവാനും നല്ല ഫലങ്ങൾ കഴിക്കുവാനും ഈ കഷ്ടപ്പാടുകൾ എല്ലാം പുത്രനാൽ നിയമിതമാണ്. കാരണം കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്നൊക്കെ പറയുന്നത് ഇത് കുഞ്ഞാടിനാൽ നിയമിക്കപ്പെട്ടതാണ് എന്നാണ് തെളിയിക്കുന്നത്. മാത്രമല്ല കുഞ്ഞാട് പൊട്ടിക്കുന്ന ആ പുസ്തകം ദൈവത്തിന്റെ ഡിക്രി, അതായത് ദൈവം നിയമിക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ദൈവ നിയമിതമാണ് എന്ന് നാം പരിശോധിക്കുകയുണ്ട്. റോമർ 8:28 നാം വായിക്കുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ സകലത്തില് എന്തൊക്കെയുണ്ട്? വാളുണ്ട്, ക്ഷാമമുണ്ട്, മരണം, രക്തച്ചൊരിച്ചിൽ എല്ലാം ഉണ്ട്. ഇതെല്ലാം വിശ്വാസികളുടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം നിയമിച്ചത് അവരുടെ കർത്താവാണ്. കർത്താവ് ഇതിൽ മേലെല്ലാം സർവാധികാരിയാണ്. കർത്താവ് ഇതെല്ലാം നോക്കി ആശ്ചര്യപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ദൈവം ഇതിനൊക്കെ നിയന്ത്രിക്കുന്നു, ഇതെല്ലാം ദൈവം കൺട്രോൾ ചെയ്യുന്നു. കർത്താവ് ഇതൊന്നും നോക്കി പഠിക്കല്ല. ഹീസ് നോട്ട് ട്രൈയിങ്. ഇതെല്ലാം ശരിയായി കൊണ്ടുവരാൻ പറ്റുമോ എന്നൊരു തീവ്ര ശ്രമത്തിലല്ല കർത്താവ് ഭരിക്കുകയാണ്. അവൻ സർവാധികാരിയാണ്. ഒരു കാര്യം നാം ഓർക്കണം, വിശുദ്ധന്മാർ അനുഭവിക്കുന്ന കഷ്ടമല്ല അവരെ വിശുദ്ധരാക്കുന്നത്. സ്വർണത്തെ സ്വർണമാക്കുന്നത് തീയല്ലല്ലോ, എന്നാൽ കീടത്തെ എല്ലാം നശിപ്പിച്ച് അഗ്നി സ്വർണത്തെ ശുദ്ധീകരിക്കുന്നു. അതുപോലെ ഉപദ്രവങ്ങൾ വിശ്വാസികളുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമല്ല, അവരെ ദൈവത്തിങ്കലേക്ക് നോക്കുവാൻ ഇടയാക്കുകയാണ് കഷ്ടങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിലാണ് അവരുടെ പാപത്തിന് പരിഹാരമുള്ളത്, അവരുടെ കുറവുകൾക്ക് പ്രായശ്ചിത്തമുള്ളത്. മറ്റൊരു കാര്യം, തീയിലൂടെ കടന്നു പോകുമ്പോഴും സ്വർണം നശിക്കുകയല്ല ചെയ്യുന്നത്. അത് നശിക്കുന്നില്ല, അത് കൂടുതൽ ശോഭയുള്ളതായി മാറുന്നു. ആ സ്വർണം എടുത്ത സ്വർണ്ണഖനി, ദ ഓർ, അത് യഥാർത്ഥമായിരുന്നു എന്ന് അത് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കഷ്ടതകൾ അനുഭവിക്കുന്ന വിശ്വാസികൾ. അവർക്ക് ദൈവം നൽകിയ വിശ്വാസം നശിപ്പിക്കപ്പെടുവാൻ കഴിയാത്തതായിരുന്നുവെന്നും അവരെ വീണ്ടെടുത്ത ദൈവം അവരെ കാക്കുവാൻ ശക്തനായിരുന്നുവെന്നും അവരെ ജനിപ്പിച്ച പിതാവ് അവരെ പരിപാലിക്കുവാൻ മതിയായവനാണെന്നും ഇതിനാൽ തെളിയിക്കപ്പെടും. അങ്ങനെ ത്രിയേക ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. അതിനായിട്ടാണ് ദൈവം കഷ്ടതകൾ നിയമിക്കുന്നത്. ദൈവപുത്രൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകം കഷ്ടതകൾ സഹിച്ചു. ആ കഷ്ടതകളല്ല അവനെ ദൈവപുത്രനാക്കിയത്, എന്നാൽ ആ കഷ്ടതകളിലൂടെ ലോകമറിഞ്ഞു എന്ത്? അവൻ ദൈവപുത്രൻ തന്നെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 24:54 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു ശതാധിപൻ.
എത്ര പരീക്ഷിക്കപ്പെട്ടാലും പാപം ചെയ്യാൻ കഴിയാത്തവനാണ് ഈ മനുഷ്യൻ എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെട്ടു. അവൻ അനുഭവിച്ച കഷ്ടതകളും പരീക്ഷണങ്ങളും അവന്റെ സ്വഭാവത്തെ ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിച്ചു. തന്റെ പുത്രൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അതിൽ ചിലത് നാമും അനുഭവിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അതൊരു മഹാഭാഗ്യമാണ്. ഈ കഷ്ടപ്പാടുകൾ എല്ലാം നാം യഥാർത്ഥത്തിൽ ദൈവമക്കളായിരുന്നു എന്ന് ഒരു നാൾ തെളിയിക്കും. കാരണം നമ്മളെ തന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത കുഞ്ഞാട് തന്നെയാണ് ഈ മുദ്രകളെല്ലാം പൊട്ടിക്കുന്നത്. കുഞ്ഞാട് തന്നെയാണ് കഷ്ടങ്ങൾ നിയമിക്കുന്നത്. കാരണം കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ എന്നൊക്കെയാണ് നാം വായിക്കുന്നത്. ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് ഈ വിധത്തിൽ ഉപദ്രവങ്ങൾ സഹിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികളുടെ ആത്മാക്കളെ കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെയാണ് യോഹന്നാൻ കണ്ടത്. അറുക്കപ്പെട്ട ആത്മാക്കളാണ് 5-ാം മുദ്രയുടെ വിഷയം. ആരാണ് ഇവർ? ഒന്ന്, അവർ വിശ്വാസികളാണ്. കാരണം ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായുമാണ് അവർ അറുക്കപ്പെട്ടത്. ആ സാക്ഷ്യം ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം ബോധ്യപ്പെടുത്തുന്നു. 2, അവൻ ദൈവത്തിന്റെ സാക്ഷ്യവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു എന്നാണ് വെളിപ്പാടിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ ഉള്ളടക്കം ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമാണ്. അതാണ് യോഹന്നാൻ വെളിപ്പാടിലൂടെ കണ്ട് ഏഷ്യയിലെ സഭകൾക്ക് അയക്കുവാൻ പോകുന്നത്. ഈ ആത്മാക്കളും കൊല്ലപ്പെടുന്നത് അതേ സാക്ഷ്യ നിമിത്തമാണ്, യേശുവിന്റെ സാക്ഷ്യം. അതുകൊണ്ട് ഈ ആത്മാക്കൾ സഭയിലുള്ളവരാണ് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം. യോഹന്നാൻ വെളിപ്പാട് കാണുമ്പോൾ ക്രിസ്തുവിന്റെ ശേഷം 11 അപ്പോസ്തലന്മാർ കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ അവരും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോസ്തലനായ പത്രോസ്, യാക്കോബ് എന്നിവരൊക്കെ. കാരണം അവരും കൊല്ലപ്പെട്ടത് ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം ഹേതുവായുമാണ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 24-ാം വാക്യത്തിൽ, വെളിപ്പാട് 18-ന്റെ 24, പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. അപ്പൊ ഈ പ്രവാചകന്മാരും വിശുദ്ധന്മാരും സാക്ഷ്യം ഹേതുവായിട്ട് മരിക്കപ്പെട്ട എല്ലാവരുടെയും രക്തം അവരിലാണ് കണ്ടത്, അവളിൽ. അപ്പോ വെളിപ്പാട് പുസ്തകത്തിന്റെ വിഷയം ഈ പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഒക്കെ ആ ഉപദ്രവം സഹിച്ച് കൊല്ലപ്പെട്ട അവസ്ഥയിലാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 18-ന്റെ 20-ൽ, സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായിട്ടുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിക്കും. ഇവിടെ ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ാം മുദ്രയിൽ കാണുന്ന ആ ആത്മാക്കൾ സഭയുടെ ഭാഗമാണ്. അതിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉണ്ട്, വിശുദ്ധന്മാരുണ്ട്. സഭാ കാലയളവിലെ ഓരോ വിശുദ്ധന്മാരും അതിലുണ്ട്. ഇത് നാം മനസ്സിലാക്കിയിരിക്കണം. നാലാമതായിട്ട് ഒരു പദപ്രയോഗത്തെ കുറിച്ചാണ്. ആക്ഷരികമായി കൊല്ലപ്പെട്ടവർ മാത്രമാണോ ഇതിൽ ഉൾപ്പെടുന്നത്? അങ്ങനെ നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അറുക്കപ്പെട്ടവർ എന്നാണ് ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആക്ഷരികമായി വാളുകൊണ്ട് അറുക്കപ്പെട്ടവർ മാത്രമല്ലല്ലോ അതിൽ അടങ്ങിയിട്ടുള്ളത്. അനേകം വിശ്വാസികൾ അല്ലാതെയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാട്ടുമൃഗങ്ങളെ ഉപയോഗിച്ച് റോമൻ ഭരണാധികാരികൾ വിശ്വാസികളെ കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട് അവരെ. അതുകൊണ്ട് അറുക്കപ്പെടുക എന്നത് ഒരു ഈ പശ്ചാത്തലത്തിൽ
ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു പ്രതീകമാണ്, റെപ്രസെന്റേറ്റീവ് സിംബൽ. അതുപോലെ വിശ്വാസികൾ അവരുടെ വിശ്വാസം നിമിത്തം അവിശ്വാസികളാൽ അനുഭവിക്കുന്ന ഏത് കഷ്ടപ്പാടുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി എല്ലാവരും കൊല്ലപ്പെടുന്നില്ല, പക്ഷെ അവര് ചില സമയത്ത് മരണത്തിന്റെ അറ്റം വരെ അവര് പോകുന്നുണ്ട്. ചിലർ മരിക്കാതെ തന്നെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, മറ്റനേകർ പരിഹാസങ്ങൾ അനുഭവിക്കുന്നു. അവരെല്ലാം ഈ അറുക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. കർത്താവും ഇതേ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, റെപ്രസെന്റേറ്റീവ് സിംബൽ ഉപയോഗിച്ച്. കർത്താവ് പറയുന്നുണ്ടല്ലോ മത്തായി 16:24, യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെ ക്രൂശാണ് ഇവിടെ പറയുന്നത്. എന്നാൽ എല്ലാവരും ക്രൂശ് ആക്ഷരികമായിട്ട് എടുക്കുന്നില്ല, എല്ലാവരും ആക്ഷരികമായിട്ട് ക്രൂശ് മരണം അനുഭവിക്കുന്നില്ല. പലരും മറ്റു പല രീതിയിലാണ് കൊല്ലപ്പെടുന്നത്. മറ്റു വിശ്വാസികൾ കൊല്ലപ്പെടുന്നില്ല, പക്ഷെ അവർ അവരുടെ ജീവിതത്തിൽ ആലങ്കാരികമായിട്ട് ക്രൂശ് എടുത്താണ് കർത്താവിനെ അനുഗമിക്കുന്നത്. അതുകൊണ്ട് ആക്ഷരികമായി കൊല്ലപ്പെട്ടവരെ മാത്രമല്ല വെളിപ്പാടിലുള്ള അറുക്കപ്പെട്ടവർ പ്രതീകാത്മകമായിട്ട് സൂചിപ്പിക്കുന്നത്. സകല വിശ്വാസികൾ അവർ മരിച്ചു കഴിഞ്ഞാൽ ഈ ഗണത്തിൽ ഉൾപ്പെടും. നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കേണ്ടത് ക്രിസ്തുവിന്റെ സാക്ഷ്യം ഹേതുവായി അറുക്കപ്പെട്ടവർ അനുഗ്രഹീതരാണ് എന്നുള്ള സന്ദേശമാണ് നാം വായിച്ച വേദഭാഗം നമുക്ക് തരുന്നത്. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്വർഗത്തിലേക്ക് പോയ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ, വിശ്വാസികളുടെ ആത്മാക്കൾ, അവർ അനുഗ്രഹിക്കപ്പെട്ട സ്ഥിതിയിലാണ്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ സുവിശേഷ നിമിത്തമാണ് ഉപദ്രവം സഹിച്ചത് എന്നുള്ളതാണ്. അവർ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു? തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ദൈവവചന നിമിത്തവും അറുക്കപ്പെട്ടവർ. വേറെ ഒന്നുമല്ല അവരുടെ ഉപദ്രവത്തിന് കാരണം. അവർ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ നേരിട്ടവരല്ല, അല്ലെ? മദ്യപാനത്താലും മറ്റുള്ളവരെ ഉപദ്രവിച്ച് അവര് ഉപദ്രവം സഹിച്ച് കൊല്ലപ്പെട്ടവരല്ല. അവര് വളരെ പവിത്രമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കൊല്ലപ്പെട്ടത്. ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും അവർ പ്രസംഗിച്ചു. അതുകൊണ്ടാണ് അവർ പരിഹസിക്കപ്പെട്ടത്. സത്യത്തിന് വേണ്ടി മരണം വരെ പോരാടിയത് കൊണ്ടാണ് അവർ ഒറ്റപ്പെട്ടത്. അവർ ഭാഗ്യവാന്മാരാണ്. അവരുടെ മരണകാരണം തന്നെ അവരെ അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാക്കുന്നു. 1 പത്രോസ് 4:13 നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചോളുവിൻ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ള കാരണം അവരെ അനുഗ്രഹീതരാക്കുന്നുണ്ട്. പ്രവൃത്തികൾ 5:41 നാം ഇങ്ങനെ വായിക്കുന്നു, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഇതെല്ലാം സന്തോഷിക്കുവാൻ യോഗ്യമായ കാര്യം. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിച്ചു എന്നുള്ളത്. മറ്റുള്ളവരെ ശല്യപ്പെടുത്തി ഉപദ്രവിക്കപ്പെട്ടതല്ല ഇവരാരെയും ശല്യപ്പെടുത്തില്ല. ഇവർ മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്തു, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവരെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ അവർ ലോകത്താൽ കൊല്ലപ്പെട്ടു. അത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അവർ സുവിശേഷ നിമിത്തമാണ് ഉപദ്രവം സഹിച്ചത്. 2, അവരുടെ അനുഗ്രഹത്തിന്റെ കാരണം മരണശേഷം അവരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്കാണ് എടുക്കപ്പെട്ടത് എന്നുള്ളതാണ്. യാഗപീഠത്തിന് കീഴിൽ കണ്ടു എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഐ സോ അണ്ടർ ദി ആൾട്ടർ ദ സോൾസ്, ദി ആൾട്ടർ എന്നാണ് പറയുന്നത്. അവരുടെ ആത്മാക്കളെ കണ്ടു. സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിന് മുൻപിലാണ് ഈ ആൾട്ടർ, പീഠം സ്ഥിതി ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം 8:3 അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, and another angel came and stood at the altar with a golden censer, and he was given much incense to offer with the prayers of all the saints on the golden altar before the throne. അത് before the throne, സിംഹാസനത്തിന് മുൻപിലാണ് ഈ വിശുദ്ധന്മാർ സ്ഥിതി ചെയ്യുന്ന ഗോൾഡൻ ആൾട്ടർ, പീഠം ഉള്ളത്. മരണശേഷം അവരുടെ ആത്മാക്കൾ പാതാളത്തിലേക്കല്ല പോകുന്നത്, സ്വർഗത്തിലേക്കാണ്. ഉപദ്രവത്തിൽ നിന്നും താഴ്ചയിലേക്കല്ല അവർ ഇറങ്ങിയത്, ഉപദ്രവത്തിൽ നിന്നും ഉയർച്ചയിലേക്ക് അവർ കയറിയിരിക്കുന്നു. ഇനി അവർ പരിഹസിക്കപ്പെടുകയില്ല, ഒറ്റപ്പെടുകയില്ല, ഉപദ്രവിക്കപ്പെടുകയില്ല. പാപവും രോഗവും ശാപവും ഉള്ള ഭൂമിയിലല്ല അവർ ഇപ്പോൾ ഉള്ളത്, സ്വർഗത്തിലാണ്. എത്രയോ
അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. അതാണ് അവരെ അനുഗ്രഹത്തിലാക്കുന്നത്. അവർ സ്വർഗത്തിലേക്ക് കയറി. ഒരു നമ്മുടെ വിഷയവുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമില്ലെങ്കിലും ഒരു നോട്ട് ഞാൻ പറയാം. പഴയ നിയമ വിശുദ്ധന്മാരും ഭൂമിയിൽ നിന്നുള്ള അവരുടെ വേർപാടിന്റെ സമയത്ത്, അതായത് അവർ മരിക്കുമ്പോൾ സ്വർഗത്തിലേക്കാണ് പോയത് എന്ന് നാം ദൈവവചന പ്രകാരം മനസ്സിലാക്കണം. അത് ഒരു സംശയകരമായ ഒരു വിഷയമാണെങ്കിലും ദൈവവചനം അത് പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമ വിശുദ്ധന്മാരും അവരുടെ മരണാനന്തരം സ്വർഗത്തിലേക്കാണ് പ്രവേശിച്ചത്. ഇതിൽ നമുക്കും പഴയ നിയമ വിശുദ്ധന്മാരും തമ്മിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മരണാനന്തരം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. 4 വേദവാക്യങ്ങളാണ് അത് ഉറപ്പിക്കുന്നത്. ഒന്ന് ഉൽപ്പത്തി 5:24. ഇത് ഹാനോക്ക് മരിച്ചിട്ടില്ല എങ്കിലും ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അത് സ്വർഗത്തിലേക്കാണല്ലോ ദൈവം എടുത്തുകൊള്ളാം. 2 രാജാക്കന്മാർ 2:11. ഇതും മരണാനന്തരം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ടെക്നിക്കലി എന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശ്വരങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. സങ്കീർത്തനം 73:23-24. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. മഹത്വത്തിലേക്ക് കൈക്കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതാളത്തിലേക്ക് അല്ലല്ലോ കൈക്കൊള്ള, മഹത്വത്തിലേക്ക്, സ്വർഗത്തിലേക്ക്. സങ്കീർത്തനം 23:6 സുപരിചിതമായ ഒരു വേദവാക്യാണ്. എന്നാൽ അതും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. മരണാനന്തരം മഹത്വത്തിൽ യഹോവയോട് കൂടെ യഹോവയുടെ ആലയത്തിൽ വസിക്കുക എന്നതാണ് ഓരോ പഴയ നിയമ വിശുദ്ധന്മാരുടെയും പ്രത്യാശയായിരുന്നു. അവർ സ്വർഗത്തിലേക്കാണ് പോയത് എന്ന് നാം മനസ്സിലാക്കണം. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. മരണാനന്തരം സ്വർഗത്തിലുള്ള വിശുദ്ധന്മാരുടെ സ്ഥിതി അനുഗ്രഹീതമാക്കുന്നത് അവർ മൂന്നാമത്തെ കാര്യം, കുഞ്ഞാടിനോട് കൂടിയാണ് അവർ ഇന്നുള്ളത്. അത് അനുഗ്രഹമാണ്. ഒരു ചോദ്യം ഉയരാം, ഇന്നും നാം മരിക്കുന്നതിന് മുൻപേ ക്രിസ്തുവിനോട് കൂടെ അല്ലേ? എങ്കിൽ മരണാനന്തരം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും എന്ന് പറയുന്നതിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? പ്രത്യേകതകൾ ഉണ്ട്. ദൈവവചന പ്രകാരം പ്രത്യേകതകൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്ര ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ഇവിടെ പറയുന്നത് ശരീരത്തിൽ ഇരിക്കുമ്പോൾ കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നാണ്. എന്നാൽ ശരീരം വിട്ടു കഴിഞ്ഞാലോ കർത്താവിനോട് കൂടെ വസിക്കുവാൻ സാധിക്കും. അപ്പൊ വ്യത്യാസമുണ്ട് അല്ലെ? ഇന്ന് കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്ന് പറയുന്നതും മരണാനന്തരം നാം കർത്താവിനോട് കൂടെ ആയിരിക്കും, കർത്താവ് നമ്മോട് കൂടെ ആയിരിക്കും എന്ന് പറയുന്നത് നല്ല വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, while we are at home in the body we are away from the Lord. 8th verse we would rather be away from the body and at home with the Lord. മരണാനന്തരം കർത്താവിനോട് കൂടെ ഭവനത്തിലായിരിക്കും, at home with the Lord എന്നാണ് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 1:23 പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ല. My desire is to depart and be with Christ, for that is far better. അവിടെ കമ്പയർ ചെയ്യാണ്. പൗലോസിന് ഇവിടെയും ജീവിക്കണം, വിശ്വാസികൾക്ക് വേണ്ടി ക്രിസ്തുവിനോട് കൂടെ പോകണം, എന്നാൽ അത് ഇറ്റ് ഈസ് ഫാർ ബെറ്റർ. ഇവിടെ ജീവിക്കുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആണ് സ്വർഗത്തിലുള്ള ക്രിസ്തുവിനോട് കൂടെയുള്ള വാസം. എങ്ങനെയാണ് ആ ജീവിതം എന്ന് നമുക്കിപ്പോ പറയുവാൻ സാധിക്കില്ല, കാരണം നമ്മളത് കണ്ടിട്ടില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മരണാനന്തരമുള്ള ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം അധികം ഇഷ്ടപ്പെടുവാൻ യോഗ്യമാണ്, ഫാർ ബെറ്റർ ആണ്. ഒരർത്ഥത്തിൽ നാം ഇന്ന് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നില്ല, എന്നാൽ മരണാനന്തരം നാം ക്രിസ്തുവിനോട് കൂടെ ഇരിക്കും. ഫിലിപ്പിയ ലേഖനം 1:23. ആ അവസ്ഥ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ അധികം നല്ല അവസ്ഥയാണെന്ന് വചനം പറയുന്നു. അതുകൊണ്ട് ഈ പഴയ ഭൂമി വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിൽ വസിക്കുന്നതിനേക്കാളും ഉത്തമമായ അവസ്ഥയിലേക്ക്, അനുഭവത്തിലേക്ക് വിശ്വാസികൾ
മരണസമയത്ത് പോകുന്നു. ഈ ഭൂമിയിൽ ആയിരിക്കുന്നതിനേക്കാളും ആനന്ദം, സന്തോഷം അവർക്ക് സ്വർഗത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും. അതിന്റെ കാരണം ഇതാണ്, അവർ ക്രിസ്തുവിന്റെ ഏറ്റവും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്ത് അവന്റെ അരികെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവർ ക്രിസ്തുവിനോട് കൂടെ വസിക്കുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ. വിശ്വാസികൾ ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോട് അകന്ന് പരദേശികൾ വരുന്നുവെന്നും അതുകൊണ്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ താൻ അധികം ഇഷ്ടപ്പെടുന്നുവെന്നും പൗലോസ് പറയുകയുണ്ടായി. 2 കൊരിന്ത്യർ 5:6-9. ക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെടും എന്ന ചിന്ത വരുമ്പോൾ നമുക്കിപ്പോ നെഞ്ചിടിക്കും, അല്ലെ? ടെൻഷൻ കൂടും. കാരണം കുറച്ച് ചെറിയ ഭയമുണ്ട് നമുക്ക് ഉപദ്രവം സഹിക്കാൻ. സുവിശേഷ നിമിത്തം വ്യാപകമായി ഉപദ്രവം ഏൽക്കുന്ന സ്ഥലങ്ങളിൽ, ഉദാഹരണം പാകിസ്ഥാനിലോട്ടൊക്കെ പോയി സുവിശേഷം പറയുവാൻ അനേകർക്ക് മടിയാണ്, പേടിയാണ്, താല്പര്യമില്ല. എന്നാൽ വചനപ്രകാരം ഒരു കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താം, ഇന്ന് ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്നതിനേക്കാളും അനുഗ്രഹീതമായ അവസ്ഥയായിരിക്കും സ്വർഗത്തിൽ നമ്മുടെ ആത്മാക്കൾ അനുഭവിക്കുക. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, മരണാനന്തരം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ നിമിഷം മുതൽ പലരും, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കാം, കുറച്ചു നേരം മുൻപേ ഇവിടെ എത്തിയിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിച്ചേക്കാം. കാരണം അത്രയും നല്ല അവസ്ഥയാണ് സ്വർഗത്തിലുള്ളത്. ഇറ്റ് ഈസ് ഫാർ ബെറ്റർ. അത്രയ്ക്കും അനുഗ്രഹീതമായ അവസ്ഥയാണ് കുഞ്ഞാടിനോടുകൂടെയുള്ള വാസം. ഇങ്ങനെ വേണമെങ്കിൽ നമ്മൾ ചിന്തിച്ചേക്കാം, ഇതായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ പാകിസ്ഥാനിലേക്ക് സുവിശേഷ പ്രവർത്തനത്തിനായി പോകാമായിരുന്നല്ലോ എന്ന് നാം അന്ന് ചിന്തിച്ചേക്കാം. കാരണം ക്രിസ്തുവിന് വേണ്ടി വേഗം രക്തസാക്ഷിയായാൽ അത്രയും വേഗം ക്രിസ്തുവിനോട് കൂടെ വസിക്കുവാൻ തുടങ്ങാമല്ലോ. ഇതാണ് ഈ അഞ്ചാം മുദ്ര ഈ ഉപദ്രവിക്കപ്പെടുന്ന വിശ്വാസികൾക്ക് നൽകുന്ന ഒരു സന്ദേശം. കുഞ്ഞാടിനോട് കൂടെ യാഗപീഠത്തിന് കീഴിൽ, സിംഹാസനത്തിന് മുൻപിലുള്ള യാഗപീഠത്തിന് കീഴിലാണ് അവർ. 4ാമത് അവരെ അനുഗ്രഹീതരാക്കുന്നത് സുവിശേഷ നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവരെ കർത്താവ് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. വിൻഡിക്കേഷൻ. സ്വർഗത്തിന്റെ പ്രതികരണം നിമിത്തം അവർ അനുഗ്രഹീതരാണ്. അവരെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ പ്രതികരണം അവരെ അനുഗ്രഹീതരാക്കുന്നു. വെളിപ്പാട് 6:11 നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവർ വിൻഡിക്കേറ്റഡ് ആയി. അതിനാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. തന്റെ മുൻപാകെ നിങ്ങൾ കുറ്റക്കാരല്ല എന്നാണ് ഇതിനാൽ കർത്താവ് വിളിച്ചു പറയുന്നത്. ലോകത്തിലെ കോടതികൾ അവരെ സുവിശേഷ നിമിത്തം ശിക്ഷിച്ചു, പണിഷ് ചെയ്തു. എന്നാൽ ദൈവിക കോടതി അവർക്ക് അനുകൂലമായി വിധി പറയുന്നു. അതാണ് വിശ്വാസികളുടെ മരണാനന്തര ജീവിതത്തിന്റെ അനുഗ്രഹം. സ്വർഗീയ പ്രതികരണം നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നതാണ്. നിങ്ങൾ അധികാരങ്ങൾക്കെതിരെ മത്സരിച്ചവരാണ് എന്നല്ല കർത്താവ് അവരോട് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ കീഴ്പ്പെട്ടില്ല എന്നല്ല കർത്താവ് അവരോട് പറയുന്നത്. കർത്താവ് അവരുടെ പ്രവൃത്തിയെ അംഗീകരിക്കുന്നു. ഒരു കാര്യം നാം മനസ്സിലാക്കണം, സത്യത്തിന് വേണ്ടി അധികാരങ്ങൾക്കെതിരെ പോരാടുവാൻ നാം ഒരു മടിയും കാണിക്കേണ്ടതില്ല. അനാഥരുടെയും വിധവന്മാരുടെയും ഭാഗത്താണ് സത്യമെങ്കിൽ അവരോടുകൂടെ നിന്ന് അധികാരങ്ങൾക്കെതിരെ ശബ്ദിക്കുവാൻ നാം ഒരിക്കലും മടിക്കേണ്ടതില്ല. രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതേ ഇല്ല. ആ പ്രവൃത്തി കർത്താവ് അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെ നാം ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളയുടുപ്പ് ആലങ്കാരികമായിട്ട് ലഭിക്കും. 5, സ്വർഗത്തിലുള്ള വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഇന്ന് വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വെളിപ്പാട് 6:11 വായിക്കുന്നു, അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്നവർക്ക് അരുളപ്പാടുണ്ടായി. വെളിപ്പാട് 14:13 നാം ഇങ്ങനെ വായിക്കുന്നു, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവർക്ക് ഇന്ന് ഒരു പോരാട്ടവുമില്ല, യുദ്ധമെല്ലാം കഴിഞ്ഞു. അവർ ഇന്ന് വിശ്രമിക്കുന്നു. അവർ സിംഹാസനത്തിന് മുൻപിലുള്ള പീഠത്തിനരികെയാണ്. അവർ ദൈവത്തിന്റെ സംരക്ഷണത്തിന് കീഴിലാണ്. അവരെ തൊടുവാൻ ഇനി ഒരു റോമൻ സീസറിനും സാധ്യമല്ല. ഏറ്റവും അവസാനമായിട്ട് സ്വർഗത്തിലുള്ള വിശുദ്ധന്മാരുടെ ആത്മാക്കളെ സിദ്ധന്മാരുടെ ആത്മാക്കൾ എന്ന് ദൈവവചനം വിശേഷിപ്പിച്ചിരിക്കുന്നു. ദ സ്പിരിറ്റ്സ് ഓഫ് ദ റൈച്ചസ് മെയ്ഡ് പെർഫെക്റ്റ്. എബ്രായർ 12:23 നാം അത് കാണുന്നത്. അതിന്റെ അർത്ഥം ഇനി അവർക്ക് പാപം ചെയ്യുവാൻ സാധിക്കുകയില്ല. നോട്ട് ഏബിൾ ടു സിൻ സ്റ്റേറ്റിലോട്ട് പോയി. നമുക്കറിയാം, ആദാം മുതൽ അതിന്റെ കൺസ്യൂമേഷൻ വരെ
4 സ്റ്റേറ്റുകളിലൂടെയാണ് ദൈവം മനുഷ്യർ കടന്നു പോയത്. ഇത് ബ്യൂട്ടിഫുൾ 4th സ്റ്റേറ്റ് ആണ് വിശ്വാസികൾക്ക്. നോട്ട് ഏബിൾ ടു സിൻ. ദൈവം അവരെ സംരക്ഷിക്കുകയാണ്. അവിടെ നമുക്ക് ഇനി ഒരു നാളും ഭാവം ചെയ്യാൻ കഴിയില്ല. ദ സ്പിരിറ്റ്സ് ഓഫ് ദ റൈറ്റസ് മെയ്ഡ് പെർഫെക്റ്റ്. ഇനി നമുക്ക് ക്രിസ്തുവിന്റെ സാക്ഷ്യം ഹേതുവായിട്ട് അർക്കപ്പെട്ടവർ ഇന്നും അനുഗ്രഹ പൂർത്തിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം പരിശോധിക്കാം. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ ഭൂമിയിൽ അവർ ആയിരുന്നതിനേക്കാളും അനുഗ്രഹം അവർക്ക് ഇന്നുണ്ട്. എന്നാൽ അനുഗ്രഹ പൂർത്തിയിലേക്ക് അവർ ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ കാരണങ്ങൾ ഇതാണ്. ഒന്ന്, അവരുടെ ആത്മാവ് മാത്രമാണ് ഇന്ന് സ്വർഗത്തിലുള്ളത്. ശരീരം കല്ലറയിലാണ്. അതൊരു അപൂർണതയാണ്. വെളിപ്പാട് 6:10 തന്നെ വായിക്കുന്നുണ്ടല്ലോ, അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെയാണ് യാഗപീഠത്തിന് കീഴിൽ കണ്ടത്. അവരുടെ ശരീരം എവിടെയാണ്? ശരീരം കല്ലറകളിൽ അടക്കി വെച്ചിരിക്കുകയാണ്. കർത്താവിന്റെ 2ാം വരവിൽ അവരുടെ ശരീരവും വീണ്ടെടുക്കപ്പെടുമ്പോൾ, അവരുടെ ആത്മാവ് ശരീരവുമായി കൂടിച്ചേരുമ്പോൾ അവർ അനുഗ്രഹ പൂർത്തിയിലേക്ക് എത്തും. 2, അവരെ ഉപദ്രവിച്ചവരോടുള്ള ബന്ധത്തിൽ ഇതുവരെ നീതി പൂർണ്ണമായും നടപ്പാക്കപ്പെട്ടിട്ടില്ല. വെളിപ്പാട് 6:10 നാം ഇങ്ങനെ വായിക്കുന്നു, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അവരെ അന്യായമായി കൊല ചെയ്തവർ, ഉപദ്രവിച്ചവർ, പരിഹസിച്ചവർ, അവർ ദൈവത്തിന്റെ നീതിക്ക് പാത്രമായിട്ടില്ല ഇതുവരെ. അതും അവരുടെ അനുഗ്രഹത്തെ പൂർത്തിയാക്കുന്നതിൽ നിന്നും റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. വ്യക്തിപരമായ പ്രതികാരദാഹമാണോ ഈ പ്രാർത്ഥനയിലുള്ളത്? അല്ല, ഒരിക്കലും അല്ല. പ്രതികാരം എനിക്കുള്ളത് എന്നാണ് ദൈവം പറയുന്നത്, അല്ലെ? റോമർ 12:19 പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് ഇത് ചെയ്യുന്നു. ആ പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് ഇവര് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റില്ല. ദൈവത്തിന്റെ പ്രതികാരം നടപ്പാക്കപ്പെടാൻ വേണ്ടിയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇവര് തന്നെ സ്വയം പ്രതികാരം ചെയ്യാനല്ല ഇവർ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പ്രതികാരത്തിന് വേണ്ടി, നീതിയുള്ള ന്യായവിധിക്ക് വേണ്ടിയിട്ടാണ് ഇവർ അപേക്ഷിക്കുന്നത്. മാത്രമല്ല, ഇവർ പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? വിശുദ്ധനും സത്യവാനുമായ നാഥ എന്നാണ്. അതിന്റെ അർത്ഥം ഇതാണ്, കുഞ്ഞാടിന്റെ വിശുദ്ധിയും നീതിയും ദുഷ്ടന്മാരെ ന്യായം വിധിക്കുന്നതിലൂടെ വെളിപ്പെടുവാനാണ് ഈ വിശുദ്ധന്മാർ ആഗ്രഹിക്കുന്നത്. അത് ഇതുവരെ നടന്നിട്ടില്ല, അല്ലെ? പൂർണ്ണമായും നടന്നിട്ടില്ല. കർത്താവിന്റെ 2ാം വരവിൽ അന്ത്യന്യായവിധി ദിവസത്തിൽ സുവിശേഷ വിരോധികൾ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് പാത്രമാകുമ്പോൾ വിശുദ്ധന്മാർ അനുഗ്രഹ പൂർത്തിയിലേക്ക് എത്തും. 3ാമത്തെ കാര്യം, അവരുടെ സഹോദരങ്ങൾ ഭൂമിയിൽ സുവിശേഷ നിമിത്തം ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ള ബോധം മരണാനന്തരമുള്ള വിശുദ്ധന്മാരുടെ സ്ഥിതിയുടെ അപൂർണതയാണ്. അവരുടെ സഹോദരന്മാര് ഭൂമിയിൽ ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കും. ആ ബോധമുള്ളവർ അവിടെ അനുഗ്രഹ പൂർത്തിയിലോട്ട് എത്തിയിട്ടില്ല. വെളിപ്പാട് 6:11 പറയുന്നുണ്ട്, അല്ലെ? അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം. ഇവിടെ നോക്ക്, ഒരു ദൈവം ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അല്ലെ? അല്പകാലം കൂടെ പാർക്കണം. എങ്ങനെയാണ്? അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം. ഒരു തികവുണ്ട്, ഒരു നമ്പർ ഉണ്ട്. എത്ര പേർ ഉപദ്രവം സഹിച്ച് കൊല്ലപ്പെടണം, അല്ലെങ്കിൽ എത്ര പേർ ഇങ്ങനെ മരിച്ച് സ്വർഗത്തിലേക്ക് എത്തണം, അതിനൊരു പെർഫെക്റ്റ് നമ്പർ ഉണ്ട്. വന്നു തികയുവോളം എന്നാണ്. ആ നമ്പർ തികഞ്ഞു കഴിഞ്ഞാൽ, അവസാനത്തെയും തെരഞ്ഞെടുക്കപ്പെട്ടവൻ സുശേഷം വിശ്വസിച്ചു കഴിഞ്ഞാൽ കർത്താവ് വീണ്ടും വരും. കർത്താവിന്റെ 2ാം വരവിൽ ശേഷിച്ചിരിക്കുന്ന വിശ്വാസികളുടെയും ദുഃഖവും ഉപദ്രവിക്കപ്പെടലും അവസാനിക്കുമ്പോൾ മരണാനന്തരം ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്ന വിശുദ്ധന്മാർ അനുഗ്രഹ പൂർത്തിയിലേക്ക് എത്തും. 3 കാര്യങ്ങൾ. ഒന്ന് അവരുടെ ആത്മാക്കൾ ശരീരത്തോടുകൂടെ 2ാം വരവിൽ ചേരും. 2, അവരെ ഉപദ്രവിച്ചവർ ന്യായം വിധിക്കപ്പെടും. 3, അവരുടെ സഹോദരന്മാരുടെ ക്ലേശങ്ങൾ തീരും. ആ സ്ഥിതിയിലാണ് മരണാനന്തരമുള്ള വിശുദ്ധന്മാർ അനുഗ്രഹ പൂർത്തിയിലേക്ക് എത്തുക. ഇനി നമുക്ക് 6ാം മുദ്ര പൊട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിക്കാം. 12ാം വാക്യം മുതൽ 17ാം വാക്യം വരെ. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി.
സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സംസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്കു നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ഒന്ന്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണിത്. 10-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? വിശുദ്ധനും സത്യവാനുമായ നാഥ, നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് വിശുദ്ധന്മാർ ഉറക്കെ നിലവിളിക്കുന്നു. 11-ാം വാക്യത്തിൽ നാം വായിച്ചു, അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണം. 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവരുടെ മഹാകോപ ദിവസം വന്നു. ദുഷ്ടന്മാരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽക്കാൻ കഴിയും? For the great day of the wrath has come. ഇവിടെയാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ആത്യന്തികമായിട്ട് മറുപടി ലഭിക്കുന്നത്. ദൈവം അവരുടെ പ്രാർത്ഥനയെ മാനിച്ച് ദൈവം ന്യായവിധി നടത്തുകയാണ് ചെയ്യുന്നത്. 2, കർത്താവിന്റെ 2-ാം വരവിലാണ് ഈ 6-ാം മുദ്രയുള്ള സംഭവങ്ങൾ നിറവേറുന്നത്. വെളിപ്പാട് 6:12-13 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയ ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ. ഭൂകമ്പം ഉണ്ടാകുന്നു, സൂര്യൻ കരിമ്പടം പോലെ കറുക്കുന്നു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീരുന്നു, നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴുന്നു. ഇതേ കാര്യം മത്തായി 24-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് നിന്ന് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. വെളിപ്പാട് 6:17 പറയുന്നു, അവരുടെ മഹാകോപ ദിവസം വന്നു. ഇത് 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ കർത്താവിന്റെ 2-ാം വരവിന്റെ ദിവസമാണത്, മഹാകോപ ദിവസം. അത് വന്നു. ഇനി അത് 6-ാം മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടല്ല ഇനി ഈ മഹാകോപ ദിവസം വരുന്നത്, കർത്താവിന്റെ വരവാണത്. ഇത് 2-ാം വരവിൽ നിറവേറും എന്ന് നാം മനസ്സിലാക്കണം. അടുത്തത്, 6-ാം മുദ്ര നിറവേറുമ്പോൾ ഈ ലോകം അവസാനിക്കും എന്ന് വചനം പഠിപ്പിക്കും. വെളിപ്പാട് പുസ്തകം 6:14 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സംസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. പഴയ ആകാശം മാറിപ്പോകുന്ന ദിവസമാണത്. പഴയ ആകാശം മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമി വരും. ഇതേ കാര്യം തന്നെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നു. വെളിപ്പാട് 20:11. ഇത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു, അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. 6-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ? ആകാശം മാറിപ്പോയി, ഇവിടെ എല്ലാ മലയും ദ്വീപും സംസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. 1000 ആണ്ട് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? ഭൂമിയും ആകാശവും ഓടിപ്പോയി, അപ്പേ പിന്നെ കണ്ടില്ല. എന്താണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇതെല്ലാം ഒരേ സംഭവത്തെ കുറിച്ചാണ്. 6-ാം മുദ്രയിൽ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യവും 1000 ആണ്ട് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യം, 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യവും ഒരേ കാര്യം തന്നെയാണ്. ഒരേ ദിവസം സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച എന്ന് പറഞ്ഞാൽ 6-ാം മുദ്രയ്ക്ക് മുൻപ് നിവർത്തിക്കപ്പെടേണ്ടതാണ്. 6-ാം മുദ്ര പൊട്ടിച്ച് കർത്താവ് വന്നു കഴിഞ്ഞിട്ടല്ല കർത്താവ് 1000 ആണ്ട് വാഴാൻ പോകുന്നത്. 6-ാം മുദ്ര പൊട്ടിക്കുന്നതിന് മുൻപേ കർത്താവ് വാഴ്ച തുടങ്ങണം. അതാണ് നമുക്ക് വചനം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് നേരെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കർത്താവിന്റെ 2-ാം വരവിൽ അത് നിറവേറും. 1000 ആണ്ട് വാഴ്ച കർത്താവിന്റെ 2-ാം വരവിന് മുൻപ് ആണ് എന്നത് തെളിയിക്കുന്നു. 4, അവിശ്വാസികളുടെ എല്ലാവരുടെ മേലും ദൈവം കോപം ചെയ്യും. ഇത് അന്ത്യന്യായവിധിയാണ്. അവർ നിത്യനാശത്തിനിടയാവും. വെളിപ്പാട് 6:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 6-ാം അധ്യായം 15 മുതൽ 15-ാം വാക്യം ആദ്യം വായിക്കാം. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും
ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ച്. അങ്ങനെ ഇവിടെ നോക്കൂ, ആരൊക്കെ ഉണ്ടെന്ന്? രാജാക്കന്മാർ, മഹത്തുക്കൾ, സഹസ്രാധിപന്മാർ, ധനവാന്മാർ, ബലവാന്മാർ, സകലദാസനും സ്വതന്ത്രനും. ആരാണ് ഇതിൽ ഇല്ലാത്തത്? എല്ലാ വിശ്വാസികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആർക്കും ഒഴിവൊഴിവില്ല. ഇതേ പദം തന്നെയാണ് വെളിപ്പാട് 19:18 നാം വായിക്കുന്നത്. വെളിപ്പാട് 19:18 നാം ഇങ്ങനെ വായിക്കുന്നു: രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദിവസത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവിനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരും. ഇതിൽ ഉൾപ്പെടാത്ത ആരാ ഉള്ളേ? ആരുമില്ല. എല്ലാ വിശ്വാസികളും അന്ന് നശിക്കും, നിത്യന്യായവിധിക്ക് ഇരയാവും. സുവിശേഷം വിശ്വസിക്കുവാൻ പിന്നെ ഒരു അവസരവും ഇനി ലഭിക്കുകയില്ല. രക്ഷയുടെ വാതിൽ അടയ്ക്കപ്പെടുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട അവസാന വ്യക്തിയും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞിട്ട് പിന്നെ രക്ഷയുടെ വാതിൽ അടയ്ക്കപ്പെട്ടു. സുവിശേഷ പ്രവർത്തനം പിന്നെ ഇല്ല. തെരഞ്ഞെടുക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു കഴിഞ്ഞു. സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരും അന്ന് നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. കർത്താവിന്റെ 2 വരവ് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു പോലും പുതിയതായിട്ട് രക്ഷിക്കപ്പെടുവാൻ പോകുന്നില്ല. രക്ഷയുടെ വാതിൽ അവസാനിച്ചു. പിന്നീട് ഒരു മഹാസുവിശേഷ പ്രവർത്തനമോ അങ്ങനെ ഒന്നുമില്ല. ദൂതന്മാർ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നോ അങ്ങനെ ഒരു അങ്ങനെ സംഭവം ബൈബിൾ പഠിപ്പിക്കുന്നില്ല. കർത്താവ് വരുന്നതിന് മുൻപാണ് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള കാലം, രക്ഷിക്കപ്പെടുവാനുള്ള കാലം. കർത്താവ് വരുമ്പോൾ അന്ത്യന്യായവിധിയാണ്. പുതിയ ആകാശ പുതിയ ഭൂമി വരും. അതിനു മുൻപ് ഈ ലോകം അവസാനിക്കും. അവരുടെ കോപ ദിവസം എങ്ങനെയാണ് ഈ 6-ാം മുദ്രയുടെ ആ കാര്യം അവസാനിക്കുന്നത്? അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന ചോദ്യത്തോടെയാണ് 6-ാം അധ്യായം അവസാനിക്കുന്നത്. ഒരു ചോദ്യമാണല്ലേ, ആർക്ക് നിൽപ്പാൻ കഴിയും? അതിനുള്ള ഉത്തരം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കുഞ്ഞാടിന്റെ മുൻപാകെ നിൽപ്പാൻ കഴിയുന്ന ഒരു കൂട്ടത്തെ നാം അവിടെ കാണുന്നു. കുഞ്ഞാടിന്റെ കോപത്തിന് പാത്രമാകാതെ അവന്റെ മുൻപിൽ നിത്യകാലം നിൽക്കുവാൻ കുഞ്ഞാട് തെരഞ്ഞെടുത്ത ആ കൂട്ടം ഭാഗ്യവാന്മാർ തന്നെയാണ്. ആ ജനത്തിന്റെ ഭാഗമാകുവാൻ ദൈവം നമ്മെയും വേർതിരിച്ചല്ലോ എന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.